നമസ്കാരം. ഞാൻ ബാബു PM, LIC ഓഫ് ഇന്ത്യയുടെ ഏജൻ്റായിട്ട് കോട്ടയം ബ്രാഞ്ച് 1 വർക്ക് ചെയ്തു. ഇന്നത്തെ കാലത്ത് ലൈഫ് ഇൻഷുറൻസും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും വേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് LIC ഓഫ് ഇന്ത്യയുടെ ക്യാൻസർ കവറേജ് എന്ന പ്ലാനിനെക്കുറിച്ചും അതുപോലെ തന്നെ LIC ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് പ്ലസ് എന്ന പ്ലാനിനെക്കുറിച്ചുമാണ്. ഇതൊരു വളരെ നല്ലൊരു കോമ്പിനേഷൻസ് ആണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് പിന്നീട് ലാസ്റ്റ് വീഡിയോ കണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് നല്ലൊരു കോമ്പിനേഷൻസ് എന്നും. സമയം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ഞാൻ LIC ഓഫ് ഇന്ത്യയുടെ ക്യാൻസർ കവറേജിനെ കുറിച്ചാണ് ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഉദാഹരണത്തിൽ എടുത്തിരിക്കുന്ന 30 വയസ്സുള്ള ഒരു വ്യക്തി LIC ഓഫ് ഇന്ത്യയുടെ ക്യാൻസർ കവറേജ് 50 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എടുക്കുന്നു. 30 വർഷത്തെ ടൈം എടുക്കുന്നു. 30 വർഷം കൊണ്ട് കൊടുത്തു തീർക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് 3,29,000 സംതിങ് പ്രീമിയം കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് ഇയർലി 10,000 സംതിങ് പ്രീമിയം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ വ്യക്തി LIC ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് പ്ലസ് എന്ന പ്ലാനും എടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോങ് ടൈമിലോട്ട് അദ്ദേഹം ഒരു നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 2024 ഓഗസ്റ്റ് ഓണത്തിൻ്റെ തലേദിവസമാണ് എടുക്കുന്നത്. അന്നത്തെ ദിവസം ഞാൻ ഇതിൻ്റെ ഈ ഇൻഡെക്സ് പ്ലസിൻ്റെ CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നോക്കിയപ്പോൾ 31% ഗ്രോത്ത് റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈവൻ നമ്മൾ 3,000 രൂപ വെച്ച് 25 വർഷത്തേക്ക് കിട്ടാൻ പോലും ഈ ഗ്രോത്ത് റേറ്റ് വെച്ച് കണക്കാക്കിയെന്നാൽ 9 കോടി സംതിങ് നമുക്ക് മച്യൂരിറ്റി വാല്യൂ ആയിട്ട് ഫണ്ട് വാല്യൂ കാണിക്കുന്നുണ്ട്. ഇനി ഈ 31% CAGR ഒക്കെ നമ്മൾ വിട്ടുകളയുന്നു. നമ്മൾ നോർമലായിട്ട് ഒരു 15% ആവറേജ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ എടുത്താൽ പോലും നമുക്ക് 25ാമത്തെ വർഷം ഏതാണ്ട് 73 lakhs റുപ്പീസ് നമുക്ക് കിട്ടുന്നു ഫണ്ട് വാല്യൂ കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ക്യാൻസർ കവറേജിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം. 30 വർഷത്തെ ടൈമാണ്. 50 ലക്ഷത്തിൻ്റെ കവറേജ് എടുത്തിരിക്കുന്നു. ഒന്നും വന്നില്ല എങ്കിൽ അവസാനം നമുക്ക് പറഞ്ഞ 25ാമത്തെ വർഷം ഒന്നിച്ച് ബെനിഫിറ്റ് നോക്കിയാൽ മതി. 25ാമത്തെ വർഷം 73 ലക്ഷം രൂപ കിട്ടുന്നു. ബാക്കി 5 വർഷത്തേക്ക് പിന്നെ ക്യാൻസറിൻ്റെ ടൈം ബാക്കി വേണ്ട 5 വർഷത്തേക്ക് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നു. ഇൻ കേസ് ഈ പോളിസി ടൈമിൽ ക്യാൻസർ വന്നുവെങ്കിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പ്രൈമറി സ്റ്റേജ് ക്യാൻസർ ആണ് എങ്കിൽ ഏതാണ്ട് എടുത്തിരിക്കുന്ന സം അഷ്വേർഡിൻ്റെ 25% കിട്ടുന്നു. അതിനുശേഷം 3 വർഷത്തേക്ക് പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. 3 വർഷത്തിന് ശേഷം വീണ്ടും പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ മേജർ സ്റ്റേജ് ക്യാൻസറാണ് വന്നതെങ്കിൽ 75% മേജർ സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ 100% കവറേജ് നമുക്ക് കിട്ടുന്നു. അതിനുശേഷം അടുത്ത 10 വർഷത്തേക്ക് സം അഷ്വേർഡിൻ്റെ 1% വെച്ച് മന്ത്ലി എന്ന കണക്കിൽ നമുക്ക് 10 വർഷത്തേക്ക് കിട്ടുന്നു. ഇൻ കേസ് ഈ 10 വർഷത്തിനിടെ പോളിസി ഹോൾഡർക്ക് ഡെത്ത് സംഭവിച്ചെന്നാൽ നോമിനി ആരാണോ അവർക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഈ പ്രൈമറി സ്റ്റേജ് ക്യാൻസറിന് ശേഷം മേജർ സ്റ്റേജ് ക്യാൻസർ വന്നാലും ബാക്കി 75% കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ മേജർ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ 1% വെച്ച് 10 വർഷത്തേക്ക് കിട്ടുന്നതായിരിക്കും. അതെല്ലാം സെയിം ആയിരിക്കും. ഇതാണ് ക്യാൻസറിനെ കുറിച്ച് പറയുമ്പോൾ. ബാക്കി ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം പോളിസി എടുക്കാൻ താല്പര്യമുള്ളവർ ഏജൻറ്റുമായിട്ട് നന്നായിട്ട് ശരിക്കും ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. അഡീഷൻസും ഡിലീഷൻസും എക്സംഷൻസും ഒക്കെ അതിനകത്തുണ്ട്. മനസ്സിലാക്കിയതിന് ശേഷം എടുക്കുക. ഇനി വീണ്ടും നമ്മുടെ ഇതിനകത്തോട്ട് വരിക, ഇൻഡെക്സ് പ്ലസിനകത്തോട്ട്. ഇന്നത്തെ കാലത്ത് ഷെയർ മാർക്കറ്റിൽ നിന്നും നല്ല ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ചെറുപ്പക്കാരും തന്നെ, മാക്സിമം ആൾക്കാരും. അപ്പോൾ അങ്ങനത്തെ ഒരു ആംഗിൾ നോക്കുമ്പോഴത്തേക്ക് LIC ഓഫ് ഇന്ത്യയുടെ ഇൻഡെക്സ് പ്ലസ് എന്ന ഒരു പ്ലാൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും വളരെ പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ളൊരു പ്ലാൻ തന്നെയാണ്. തന്നെയല്ല, ഈ ഒരു പ്ലാൻ ലോഞ്ച് ചെയ്ത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ഫെബ്രുവരിയിലാണ് ഈ പ്ലാൻ ലോഞ്ച് ചെയ്തത്. ഇപ്പം ഇന്നത്തെ CAGR ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇപ്പം ആ ഒരു CAGR ലാസ്റ്റ് വരെ നമുക്ക് കിട്ടിയെന്നാൽ നമ്മൾ ലക്കി എന്ന് പറയുക. ഷെയർ മാർക്കറ്റാണ്, ഇക്വിറ്റി മാർക്കറ്റാണ്, കൂടാനും കുറയാനും എല്ലാ സാധ്യതകളുണ്ട്. അപ്പം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും തന്നെ ഞാൻ കൂടുതലായിട്ട് പറയാനുണ്ട്. പക്ഷേ അത് ഇനി ഇത് പ്ലാൻ എടുക്കാൻ താല്പര്യമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ബേസിക്കായിട്ട് നോർമലായിട്ട് ഇത്രയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു പ്ലാനിനെക്കുറിച്ച് വീണ്ടും കൂടുതൽ അറിയാനും എടുക്കാനും താല്പര്യമുള്ളവർ കോൾ ചെയ്യുക. 8943444874. കോൾ ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നതായിരിക്കും എനിക്ക് സൗകര്യം കൂടുതലുള്ളത്. കാരണം എപ്പോഴും അറ്റൻഡ് ആവശ്യം വരുന്നില്ലല്ലോ. കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് നടത്തുന്നതായിരിക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു സമയത്ത്. എനിക്ക് സമയലാഭം. അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല. ഓണം തിരുവോണം ഇന്നലെ കഴിഞ്ഞുള്ളൂ. ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ് ഓണാഘോഷത്തിന്. എല്ലാവർക്കും ഇനിയും കുറച്ച് ദിവസം കൂടി ഓണം ആഘോഷങ്ങൾ നടക്കട്ടെ. ഒരു പ്രാർത്ഥനയോട് കൂടി കൺക്ലൂഡ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ബൈ.